സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ അൽമാരയൊന്ന് തുറന്ന് കയറിയൊന്ന് കണ്ടാലോ. ഞാൻ അൽമാരയിലേക്ക് പോയേക്കണതേ ഒരു നൈറ്റിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണുന്നത്. പകലിങ്ങനെയല്ല. എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ഞാൻ ആദ്യം കയറിയതേ ജെൻ സെക്ഷനിലാണ്. ഇത് 4th ഫ്ലോറിലാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പകലും വന്നിട്ടുണ്ട്, രാത്രി വന്നിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ വന്ന കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. രാവിലെ വരാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കുകളില്ല. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡിലുള്ള ഷർട്ടുകളും ഉണ്ട്, എല്ലാ സൈസുകളും ഉണ്ട്. മിക്കവാറും നമ്മൾ ചോദിക്കണ എല്ലാ കളറുകളും ഇവിടെയുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, അവിടുത്തെ സ്റ്റാഫ് ചെല്ലുമ്പോൾ തുടങ്ങി നമ്മളോട് വളരെ നല്ല ബിഹേവിയറാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്തു തരും. ഇത് ഞാൻ ആ കടയിൽ ചെന്ന് പരിചയപ്പെട്ട മുബീനയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഷർട്ട് നോക്കി തരണത്. ഇവിടുത്തെ സെയിൽസ് ലേഡികളാണെന്നുണ്ടെങ്കിലും സെയിൽസ്മാൻമാരാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ പെട്ടെന്ന് നമ്മളായിട്ട് ക്ലോസ് ആവും. അനന്തു എന്ന് പറഞ്ഞൊരു പയ്യനാണ് അതായത് ഈ ജെൻ സെക്ഷൻ്റെ ഫ്ലോർ മാനേജർ. നമ്മൾ എത്ര എടുക്കണ്ടെന്ന് വിചാരിച്ച് പോയാലും നമ്മൾ എടുത്തിട്ടേ പോരുള്ളൂ. കാരണം അത്രയ്ക്കും സെലക്ഷൻ ഉണ്ട് അവിടെ. ഇവിടെ വന്നേ പിന്നെ എനിക്കൊരു പുതിയ അറിവും കിട്ടിയിട്ടോ. അതായത് ഷൂ കട്ട് പാൻറ്റെന്ന് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടത്. ഇപ്പം നോർമൽ പാൻറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് അവർ ഷൂ കട്ട് ലെവലിലേക്ക് അതിനാക്കി തരും. ഞാനിവിടെ വന്നിട്ട് ആദ്യം കയറിയത് ജെൻ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജെൻ സെക്ഷനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പക്ക സെലക്ഷനിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ലേഡീസ് സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ പോകാൻ തുടങ്ങണേ ഉള്ളൂ. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത ഞാൻ പറയാം. അത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ഡ്രസ്സ് മേടിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് അതിന് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും. കാരണം ജെൻ സെക്ഷനിലും ലേഡീസ് സെക്ഷനിലും സെപ്പറേറ്റ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെ വേഗം തന്നെ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ അതിനെ മാറ്റിത്തരും. എന്തായാലും ഈ അൽമാര മോശക്കാരനൊന്നുമല്ല. ജെൻ സെക്ഷൻ കണ്ടപ്പോഴേ തന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ നമ്മളുടെ വലിയ വലിയ പെരുന്നാളുകൾ ആവശ്യങ്ങളൊക്കെ കിടക്കണു. ഈദ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വിഷു വരണു, ഈസ്റ്റർ വരണു. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് കംപ്ലീറ്റുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ലോ എന്ന് നിങ്ങൾ ചോദിക്കില്ലേ. ഇത് വേറെ എങ്ങുമല്ല, എറണാകുളം ജോസ് ജംഗ്ഷനിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കടയിൽ 2-3 പ്രാവശ്യം വന്നെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വന്നത് അതിരാവിലെയാണ്. കട തുറന്നപ്പോൾ എനിക്ക് തോന്നുന്ന ആദ്യത്തെ കസ്റ്റമർ ഞാനായിരിക്കും അവരുടെ. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഈ തുണികളെല്ലാം ഈ ഷെൽഫിൽ തന്നെയായിരിക്കും. നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് വീണ്ടും ഞാൻ സാരി സെക്ഷൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ കോസ്റ്റ്ലി സാരികളുടെ അങ്ങടേക്ക് ഒന്നും ഞാൻ പോയില്ല കേട്ടോ, എനിക്ക് നേരം ഉണ്ടായില്ല നോക്കാനായിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു 2-3 സാരി ഞാൻ എടുത്തു. ഇതെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകൾ, അവരെന്ത് ചിരിച്ചേച്ച് നിൽക്കണമെന്ന് നോക്കിയാൽ എല്ലാവരും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് അവർക്ക് കൊടുത്തേക്കുന്ന ട്രെയിനിങ് അങ്ങനെയായിരിക്കും. അവരെപ്പോഴും പ്ലസൻ്റാണ്. ഇവരുടെ കടയിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റൂട്ടോ. ദിവസങ്ങൾ എളുപ്പത്തിന് മനസ്സിലാവും അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ. ഇവർ ഓരോ ദിവസവും ഓരോ കളറാണ് സ്റ്റാഫിൻ്റെ യൂണിഫോം കൊടുത്തേക്കണത്. സാരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ അതിൽ കൂടെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് ഓർത്തിച്ചാണ് പോയത്. ചുറ്റിക്കറങ്ങി നടത്തപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്ലോറും ഒന്നും കവർ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ സൈഡാണ്. പാഡോട് കൂടിയ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഞാനിവിടെ കണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തെ ഫ്ലോറ് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് വൈറ്റില സൈഡിൽ നിന്നാണ് നിങ്ങൾ വരണേന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് MG റോഡിലേക്ക് കയറുക. അത് കഴിഞ്ഞ് ജോസ് ജംഗ്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ എളുപ്പം പറഞ്ഞുതരാം, പണ്ടത്തെ വെട്ടുകാട്ടിൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ നിന്ന് റൈറ്റ് കയറുക. ഒരു 3-4 കട ചെല്ലുമ്പോഴേക്കും ഈ നമ്മുടെ അൽമാര എന്ന് പറഞ്ഞ കട അങ്ങനെ തലപൊക്കി നിൽക്കുന്നുണ്ടാവും. ഈ അൽമാരയുടെ നേരെ മുകളിൽ കൂടിയാണ് നമ്മുടെ മെട്രോ പോണത്. അപ്പോൾ ജോസ് ജംഗ്ഷനിൽ നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അൽമാരയിൽ വരാനായിട്ട് എളുപ്പമാണ്. ഇവിടെ അത്യാവശ്യം കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോയെന്ന് നിങ്ങൾക്കും അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലേഡീസിൻ്റെ സെപ്പറേറ്റ് സ്റ്റിച്ചിങ് യൂണിറ്റ്. ഞാനൊരു ഡ്രസ്സ് മേടിച്ചു, എനിക്ക് അതിന് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. അവർ വേറൊരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡ്രസ്സും വളരെ ഭംഗിയായ രൂപത്തിൽ എനിക്കത് ഓൾട്ടർ ചെയ്ത് തന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെടുകയും ചെയ്തു.
അപ്പോൾ ഇന്നത്തെ എൻ്റെ പർച്ചേസിങ് ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ ഇനിയും അടുത്ത ആഴ്ചയിലോ പിന്നത്തെ ആഴ്ചയിലൊക്കെ ഇവിടെ വരും. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.